നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ബാങ്കിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെന്റുകളുടെ ബുദ്ധിമുട്ടുമില്ല. വളരെ വേഗത്തിൽ ഗൂഗിൾ പേ വഴി ലോൺ നേടാം. ഈടും ജാമ്യവും ഒന്നും നൽകേണ്ടതില്ല. ഗൂഗിൾ പേ വഴി 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ആദ്യം തന്നെ എന്താണ് ഗൂഗിൾ പേ പേഴ്സണൽ ലോൺ എന്ന് നോക്കാം. ഗൂഗിൾ പേ ഇപ്പോൾ നിരവധി ഇന്ത്യൻ ബാങ്കുകളും അതുപോലെ തന്നെ NBFCകളുമായി ചേർന്ന് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ നൽകുകയാണ്. നമുക്ക് ഗൂഗിൾ പേ എന്നൊരു ആപ്പ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയി നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. സാധാരണ നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ ഒരു മണി ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും. അതും പേഴ്സണൽ ലോൺ ആണ്. ചിലർക്കെങ്കിലും ജീവിതത്തിൽ അവരുടെ ചിലവുകൾ കൂടുതലാവുകയും അവരുടെ ആ ഒരു സാലറി തികയാതെ വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് എന്തായാലും പണം അത്യാവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ലോൺ എടുക്കുക, അല്ലാതെ ഒരിക്കലും ലോൺ എടുക്കരുത്. ലോൺ എന്ന് പറയുന്ന ഒരു കടമാണ്. ആരും ജീവിതത്തിൽ ബാധ്യത വരുത്തി വെക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിൾ പേ ലോൺ. ഈ ഒരു ലോണിന്റെ ലോൺ പ്രോസസ് മുഴുവനും ഡിജിറ്റൽ ആയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലിശ നിരക്കും ടെന്യൂറും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചാണ് മാറുന്നത്. നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലോൺ നേടാനും അതുപോലെ തന്നെ കുറഞ്ഞ പലിശയിൽ നേടാനും സാധിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയുമില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനുള്ള ഐഡിയാസ് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ എങ്ങനെ അത് ബെറ്റർ ആക്കാമെന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബെറ്റർ ആക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. പ്രായം കുറഞ്ഞത് 21 വയസ്സായിരിക്കണം. നിങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ള ഒരു തൊഴിൽ ഉണ്ടായിരിക്കണം. സ്വന്തമായി വരുമാനമുള്ളവർക്ക് മാത്രമേ ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മാസാമാസം നമുക്ക് ഇതിന്റെ ഒരു പലിശ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്ക് അത് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വന്തമായി ജോലിയുള്ളവർക്ക് മാത്രമേ ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേണ്ടത് വാലിഡ് ഗൂഗിൾ പേ അക്കൗണ്ട് ആണ്. നമ്മുടെ ആ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ആ ഒരു ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ. നല്ലൊരു മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, ആ ലോണ് കിട്ടുകയും ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ, ആധാർ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നതിനായി ആവശ്യം വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. നമുക്കിനി എങ്ങനെയാണ് ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ തന്നെ എങ്ങനെയാണ് ഗൂഗിൾ പേ ലോൺ ലഭിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളുടെ ഗൂഗിൾ പേ ആപ്പ് നോർമൽ എടുക്കുക. ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ സിബിൽ സ്കോർ ആണ്. സിബിൽ സ്കോർ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ നമ്മളുടെ ഗൂഗിൾ പേയിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ സാധിക്കും. ആദ്യം നമ്മളുടെ ആ ഒരു പേരും ബേസിക് ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇത് എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കാണുന്നത്. എൻ്റെ സിബിൽ സ്കോർ എനിക്ക് 778 ആണ്. ഇത് ഗുഡ് ആണ്. ആക്ച്വലി ഈ ഒരു സിബിൽ സ്കോർ വെച്ച് ലോൺ ലഭിക്കേണ്ടതാണ്. കാരണം 700 എബോ വരുന്നത് ഒരു നല്ല സ്കോർ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഗൂഗിൾ പേയിൽ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും. നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ പ്രോസസ്സിലേക്ക് കടക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് സ്കോർ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ലോണിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പേജിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത് ആ ഗൂഗിൾ പേന്റെ ആ ഒരു പേജിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് പേഴ്സണൽ ലോൺ. അപ്പോൾ ആ ഒരു പേഴ്സണൽ ലോണിന്റെ ഭാഗത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ലോൺ അപ് ടു 12 ലക്ഷം വരെ കിട്ടുമെന്നാണ് കാണിക്കുന്നത്. ഇത് ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും നിങ്ങളുടെ ട്രാൻസാക്ഷനും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു ലോൺ എമൗണ്ട് ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാണുന്നത് ലോൺ അപ് ടു 12 lakhs ആണ് കാണുന്നത്. ലോൺ എമൗണ്ട് 30,000 രൂപ മുതൽ 12 ലക്ഷം. മന്ത്ലി EMI ആയിട്ട് വരുന്നത് സ്റ്റാർട്ടിങ് അറ്റ് 2,000 ആണ് കാണിക്കുന്നത്. ലോൺ പീരീഡ് കാണിക്കുന്നത് 6 months to 5 years ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ് അറ്റ് 11.1% per year.
ഇയർലി 11.1% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. ഇതും ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോറും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ലോൺ തുകയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പ് വിത്ത് അവർ ട്രസ്റ്റഡ് ലെൻഡേഴ്സ് അത് നമുക്ക് കാണാൻ സാധിക്കും. കുറേ ബാങ്കുകളുടെ പേരൊക്കെ ആക്സിസ് ബാങ്ക് ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ താഴെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷനും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പേജിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് വരും. ആ പേജിൽ കാണുന്നതാണ് അപ്ലൈ വിത്ത് ദിസ് കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് അവിടെ നമ്മളുടെ ആ ഒരു മെയിൽ ഐ ഡിയും നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഏത് നമ്പറുമായിട്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ലിങ്ക്, അതായത് നമ്മളുടെ ആ ഒരു ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ മെയിൽ ഐ ഡിയും കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്യുക, നമ്മളുടെ ആ ഒരു ലിങ്ക് ചെയ്ത നമ്പർ തന്നെയാണോ അതുപോലെ തന്നെ നമ്മളുടെ മെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ നൽകാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്നതാണ് എൻ്റർ നെയിം ആസ് യുവർ പാൻ കാർഡ്. നിങ്ങളുടെ പാൻ കാർഡിലെ പേരെന്താണോ അത് നിങ്ങൾ കൃത്യമായി നൽകുക. ആ ഒരു പേര് നൽകിയതിനു ശേഷം പിന്നെ ചോദിക്കുന്നത് നമ്മളുടെ അഡ്രസ് പിൻകോഡാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ ഒരു അഡ്രസ്സിന്റെ പിൻകോഡ് നിങ്ങൾ കൃത്യമായി നൽകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു പിൻകോഡ് നൽകിയപ്പോൾ കുറച്ച് സമയം വെയിറ്റിംഗ് കാണിച്ചായിരുന്നു. അതിനുശേഷം എനിക്ക് വന്നത് നോ ലോൺ ഓഫർ അവൈലബിൾ എന്നാണ്. അതിന്റെ റീസൺ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് യുവർ കറന്റ് ഇൻഫോ ഡിഡ് നോട്ട് മീറ്റ് ദ ലെൻഡേഴ്സ് റിക്വയർമെന്റ് പോളിസി, ട്രൈ അഗൈൻ ഇൻ എ ഫ്യൂ മന്ത്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയല്ല, പലർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സിബിൽ സ്കോറും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്കും ലോൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാരണം കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറേ പേർക്ക് കിട്ടാതെയും പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യൂ. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. അങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇനി നമ്മൾ ഈ ഒരു ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓരോന്നും ഡിപ്പെൻസ് ആണ്. സാധാരണയായി 13.99% ആരംഭിക്കുന്നത്. NBFC-കളിൽ പലിശ നിരക്ക് വരുന്നത് 20% വരെയാണ്. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസും GST-യും കൂടെ നമ്മൾ നൽകേണ്ടി വരും. ഇൻ കേസ് നമുക്ക് ലോൺ ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റീപേയ്മെന്റ് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ചില NBFC-കൾ ഡെയിലി ഡിഡക്ഷൻ സിസ്റ്റവും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോണിന്റെ ടെന്യൂർ വരുന്നത് 3 മാസം മുതൽ 24 മാസം വരെയാണ്. ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ലോൺ ലഭിച്ചില്ല. ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ വിത്തിൻ 5 മിനിറ്റ് മുതൽ അരമണിക്കൂറിനുള്ളിൽ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഒരു ലോൺ റീപേയ്മെന്റ് ആൻഡ് ട്രാക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. മൈ ലോൺ സെക്ഷനിൽ നിങ്ങളുടെ ആ ഒരു ലോണിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടതെന്നുള്ള ആ ഒരു EMI ഷെഡ്യൂൾ, അതുപോലെ തന്നെ ബാലൻസ് റിമൈനിങ്, റീപേയ്മെന്റ് ഡേറ്റ്, ഇവയെല്ലാം നമുക്ക് ആ ഒരു പേജിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു റീപേയ്മെന്റ് ഡേറ്റ് മിസ്സാകാതിരിക്കാൻ ഗൂഗിൾ പേ തന്നെ നമുക്ക് റിമൈൻഡർ ആയിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു ലോൺ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓരോ ലോൺ ഓഫേഴ്സിന്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി വായിക്കുക. ആ ഒരു ലോണിന്റെ പലിശ നിരക്ക്, പ്രോസസിംഗ് ഫീ എന്നിവ അറിഞ്ഞതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യുക. എത്ര എമൗണ്ട് അവർ ഓഫർ ചെയ്താലും നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ആ ഒരു എമൗണ്ട് മാത്രം ലോൺ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കടക്കണിയിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. ഏതൊരു ലോണിനും ക്രെഡിറ്റ് സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് എടുത്തിട്ടുള്ള ലോണും അതെങ്ങനെയാണ് നിങ്ങൾ അടച്ചു തീർത്തത് എന്നിവ അടങ്ങിയ ഹിസ്റ്ററിയും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ മുമ്പ് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അടയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഗൂഗിൾ പേ വഴി ലോൺ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞു തന്നത്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എത്ര രൂപ വരെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നിവയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായി എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അതുമല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു ലേണിംഗ് ആപ്പാണ് ബോസ്വാല ആപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ആപ്പിലൂടെ മെന്ററിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി കണക്ട് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുമാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.